നമസ്കാരം, എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ എടുക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന പോർഷനാണ് അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സിലെ. അതിലെ ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ ഫങ്ഷൻസ് ഓഫ് എൽ സ്ക്വയർ ആൻഡ് എൽ ഇസഡ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആദ്യം എന്താണ് ഈ പോർഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു, we have learned the commutation relation between these angular momentum vectors, and we have learned that the commutator Lx Ly equal to I h cut Lz, which means the commutation relation between these angular momentum vectors do not vanish each other, it has a specific value. ആ സമയം നമ്മൾ പറഞ്ഞു, if so, the system can't exist in the same eigenstate which is represented by Lx and Ly, or you can't measure this Lx and Ly components simultaneously. So that's the important thing we need to understand. Lx Ly commutation 0 ആകാത്തത് കൊണ്ട് അതിനർത്ഥം നമുക്ക് Lxും Lyയും എന്ന് പറയുന്ന കമ്പോണൻസ് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ഓൾസോ ലേൺ ദാറ്റ് L square Lx equal to 0 or L square Ly equal to 0 or L square Lz equal to 0. അതിൻ്റെ അർത്ഥം എന്താണ്? You can measure the angular momentum L and one of its components simultaneously. ഒരു കമ്പോണൻറ്റും ആംഗുലാർ മൊമെൻറ്റവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഐഗൺ വാല്യൂ പ്രോബ്ലംസ് ഇൻ ആംഗുലാർ മൊമെൻറ്റം. ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി കാരണം, വി കനോട്ട് ഹാവ് എ റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് ഓൾ ദീസ് ഫോർ ആർ ഡയഗണൽ. നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഈ ഐഗൺ സ്റ്റേറ്റിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് എൽ സ്ക്വയറും എൽ എക്സും കമ്മ്യൂട്ടേഷൻ 0 ആണ്. അതിൻ്റെ അർത്ഥം യു ക്യാൻ മെഷർ എൽ ആൻഡ് എൽ എക്സ് സൈമൾട്ടേനിയസ്ലി, ഓർ ദ സിസ്റ്റം ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സെയിം ഐഗൺ സ്റ്റേറ്റ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എൽ ആൻഡ് എൽ എക്സ്, or L and Ly or L and Lz. പക്ഷേ എല്ലും എൽ എക്സും നിങ്ങൾക്ക് കിട്ടാം, പക്ഷെ എന്താണ്, എൽ എക്സും എൽ വൈയും എൽ ഇസഡും നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ അർത്ഥം എല്ലും എൽ എക്സും എൽ വൈയും എൽ ഇസഡും ഒരുമിച്ചുള്ള ഒരു ഐഗൺ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്തല്ല, പോസിബിൾ അല്ല. അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഐഗൺ വാല്യൂ പ്രോബ്ലം, ആംഗുലാർ മൊമെൻറ്റത്തിലെ ഐഗൺ വാല്യൂ പ്രോബ്ലം പഠിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ദ ഐഗൺ ഫങ്ഷൻ ഓഫ് എൽ ആൻഡ് എൽ എക്സ് ഓർ എൽ ആൻഡ് എൽ വൈ ഓർ എൽ ആൻഡ് എൽ ഇസഡ്. അതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ദ ഐഗൺ വാല്യൂസ് ഓഫ് എൽ ഓർ എൽ സ്ക്വയർ ആൻഡ് എൽ ഇസഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് എൽ ഇസഡ് ഈസ് ക്വൈറ്റ് ആർബിട്രറി. നിങ്ങൾക്ക് ഏത് കമ്പോണൻറ്റ് വേണമെങ്കിലും എടുക്കാം. സോ since the commutation L square Lz equal to 0, which means you can measure angular momentum and Z component of angular momentum simultaneously, we are going to find the eigenvalue and eigenfunction of L square and Lz. L square നും Lz നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരേ ഐഗൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ the system can exist in an eigen state which is represented by L square and Lz. അതാണ് നമ്മൾ ഈ സെഷനിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ട് ഇസ് ഐഗൻ ഫംഗ്ഷൻ ഓർ വാട്ട് ഇസ് ഐഗൻ വാല്യൂസ് ഓഫ് എൽ സ്ക്വയർ ആൻഡ് എൽ ഇസഡ്. ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ട് നമ്മൾ എൽ സ്ക്വയറിൻ്റെയും എൽ ഇസഡിൻ്റെയും പഠിക്കുന്നു, അല്ലാതെ നമ്മൾ എന്തുകൊണ്ട് എൽ സ്ക്വയറിൻ്റെയും എൽ ഇസഡിൻ്റെയും എൽ എക്സിൻ്റെയും എൽ വൈയുടെയും ഒരുമിച്ച് പഠിക്കുന്നില്ല. അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് പോസിബിൾ അല്ല, ബിക്കോസ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ആംഗുലാർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻ. നമുക്ക് സെഷനിലേക്ക് പോകാം. ദീസ് ആർ ദി കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം വെക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എൽ എക്സ് എൽ വൈ ഐ എച്ച് കട്ട് എൽ ഇസഡ്, എൽ വൈ എൽ ഇസഡ് ഐ എച്ച് കട്ട് എൽ എക്സ്, എൽ ഇസഡ് എൽ എക്സ് ഐ എച്ച് കട്ട് എൽ വൈ. ദെൻ വി പ്രൂവ് എൽ സ്ക്വയർ എൽ എക്സ് ഈക്വൽ ടു എൽ സ്ക്വയർ എൽ വൈ ഈക്വൽ ടു എൽ സ്ക്വയർ എൽ ഇസഡ് ഈക്വൽ ടു 0. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ എൽ എക്സ് എൽ വൈ കമ്മ്യൂട്ടേറ്റ് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട്, അതിൻ്റെ അർത്ഥം എൽ എക്സും എൽ വൈയും നിങ്ങൾക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. Or you can't represent a same eigenstate, or you can't use the same eigenstate for Lx and Ly. പക്ഷേ എൽ സ്ക്വയറും എൽ എക്സും കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് അർത്ഥം
you can measure L square or angular momentum and one of its components simultaneously. So for writing the eigenvalue eigenproblems, we are using the relation since L square L z equal to 0, we are going to find the same eigenfunction for angular momentum L and what the one of its component, that is the z component of the angular momentum. So this is what we are going to find, the eigen states of L square and Lz. ഇതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് we are going to find the eigenstate or eigenfunction of Lz and eigenvalue of Lz. Lzന്റെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള തിയറി നിങ്ങൾ പണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ പറഞ്ഞ അതേ തിയറി തന്നെയാണ്. റേഡിയൽ ഫംഗ്ഷൻ, അതിലെ ഹാർമോണിക് ഫംഗ്ഷൻ, ഇതെല്ലാം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെയും ഉപയോഗിക്കുന്നത്. സോ ആ തിയറി എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. So here first we are going to find the eigenfunction and eigenvalues of Lz. Let mh bar be the eigenvalue of Lz corresponding to the eigenfunction phi m. Phi m എന്ന് പറയുന്ന eigenfunctionന്റെ corresponding eigenvalue ആണ് mh bar എന്നിരിക്കട്ടെ. So the eigenvalue of Lz be mh bar for the eigenfunction phi m phi. അങ്ങനെയാണെങ്കിൽ നമ്മൾ eigenvalue equation എങ്ങനെ എഴുതും? So the eigenvalue equation can be represented as Lz അതിന്റെ phi m phi, so which is equal to eigenvalue എത്രയാണ് mh bar phi m phi. So here the eigenvalue of Lz be mh bar for the eigenfunction phi m phi, so that you can write the eigenvalue equation as Lz phi m phi. അല്ലേ? ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? phi m phi നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. It is equal to a number into that eigenfunction. So it is equal to mh bar phi m phi. So we have to find out what is the value of this m. നമുക്ക് എന്ത് ചെയ്യണം? ഈ m ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനു മുന്നേ we need to check the orthonormal condition of this eigenfunction phi m phi. ഇതിന്റെ orthonormal condition നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. So to check the orthonormal conditions of this phi m phi, first we need to substitute this Lz with the spherical polar coordinate representation. Lz ന്റെ spherical polar coordinate representation നമ്മൾ ചെയ്യണം. എന്തായിരുന്നു അത്? It is minus I h bar dou by dou phi. ഇതായിരുന്നു Lz ന്റെ spherical polar coordinate representation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. So this is equal to phi m phi equal to m h bar phi m phi. Okay? അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു? We just wrote the eigenvalue equation of this Lz. Lz ന്റെ eigenvalue equation എഴുതി for the eigenfunction phi m phi and let m h bar is the eigenvalue. ഇനി എന്ത് ചെയ്യണം? h bar അവിടെ cancel ചെയ്യും. So that you will get final as minus I dou by dou phi phi m phi equal to m phi m phi equal to m phi m phi. ഇതാണ് ഇക്വേഷൻ എങ്കിൽ നിങ്ങൾ ഹൈഡ്രോജനത്തിൽ പഠിച്ചു. If you want to solve this equation, the solution phi m phi must be of the form a into e raised to I m phi ആയിരിക്കും. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോജനത്തിൽ. കാരണം ഇത് നോക്കുക, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു ദാറ്റ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം e raised to I m phi അല്ലേ? ഇതിവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഇതിന് എന്ത് ചെയ്യും? നോർമലൈസേഷൻ കണ്ടീഷനിൽ കൊടുക്കും, which means ഇന്റഗ്രൽ phi star phi equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ you will get a equal to 1 by root 2 pi എന്ന്. a equal to 1 by root 2 pi. ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതാ. കാരണം ഇതിന്റെ സൊല്യൂഷൻ a into e raised to I m phi ആയിരിക്കും. നോർമലൈസേഷൻ ചെയ്യുമ്പോൾ a ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 by root 2 pi. അങ്ങനെയാണെങ്കിൽ from this expression you can easily write what is the form of the eigenfunction phi m phi. What will be the form? phi m phi എന്തായിരിക്കും എന്ന് എഴുതി നോക്കിക്കേ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടി കാണും phi m phi equal to 1 by root 2 pi e raised to I m phi.
So for this wave function to be single valued, ഒരു സിംഗിൾ വാല്യൂഡ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് ഒരു ഫംഗ്ഷൻ സിംഗിൾ വാല്യൂഡ് ആണ് അല്ലെങ്കിൽ ഒരു phi m phi സിംഗിൾ വാല്യൂഡ് ആണെങ്കിൽ it must satisfy the condition phi m phi must be equal to phi m phi plus 2 pi. അല്ലേ? So this is a condition to check whether the function is single valued or not. അങ്ങനെയാണെങ്കിൽ ഇത് ഈ കണ്ടീഷനിലേക്ക് കൊടുത്തൂടെ phi m phi equal to 1 by root 2 pi e raised to I m phi. It must be equal to 1 by root 2 pi e raised to I m phi plus 2 pi. ഇതായിരിക്കും കണ്ടീഷൻ ഫോർ ദ ഫംഗ്ഷൻ ടു ബി സിംഗിൾ വാല്യൂ. അങ്ങനെയാണെങ്കിൽ e raised to I m phi 1 by root 2 pi ഇവിടെ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് വാട്ട്? നിങ്ങൾക്ക് എന്ത് കിട്ടും ബാക്കി? യു വിൽ ഗെറ്റ് e raised to what? e raised to 2 I m phi must be equal to. So this is the condition for the function to be single valued. E raised to 2 I m phi equal to 1. Or you can say it is e raised to I m 2 pi equal to 1. E raised to I m 2 pi equal to 1. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും m ന്റെ വാല്യൂ? e raised to I m 2 pi equal to 1, which means m can have 0, m can have 1, 2, 3, etc. So the values of m may be m equal to 0, plus or minus 1, plus or minus 2, plus or minus 3, etc. So this is the value of m. So we calculated the value of m. Hence, what is the eigenvalue of L? നമ്മൾ എന്തായിരുന്നു assume ചെയ്തത്? It is m h bar എന്ന് assume ചെയ്തത്. So that the eigenvalues of Lz, which is equal to m h bar, can take values what? 0, h bar, plus or minus h bar, plus or minus 2 h bar, plus or minus 3 h bar, etc. So this is the eigenvalue of Lz. So if you have a measurement of z component of the angular momentum, നിങ്ങൾ angular momentumത്തിന്റെ z component measure ചെയ്താൽ it can have values what? ഈ values ആയിരിക്കും വരുന്നത് 0, plus or minus h bar, plus or minus 2 h bar, plus or minus 3 h bar, etc. കാരണം ഇവിടെ നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്തത് എന്താണ്? Lz എടുത്തുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് അതേപോലെ ഏത് എടുക്കാം? Lx എടുക്കാം, Ly എടുക്കാം. So that in general നമുക്ക് എന്ത് പറയാം? The angular momentum or the component of angular momentum about any axis is quantized. So the component of orbital angular momentum about any axis is quantized and can take values 0, plus or minus h bar, plus or minus 2 h bar, and plus or minus 3 h bar. ഈ ക്വാണ്ടൈസ്ഡ് വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. So here m is nothing but it is the magnetic quantum number and can take values like 0, plus or minus h bar, plus or minus 2 h bar, etc. ഇത് നിങ്ങൾ നേരത്തെ പഠിക്കുന്നപ്പോൾ, നേരത്തെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഒക്കെ പഠിക്കുമ്പോൾ അത് z കമ്പോണന്റ് വെക്ടേഴ്സ് ഈ വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ and that m is called magnetic quantum number എന്നൊക്കെ പഠിച്ചു. അത് തന്നെയാണ് ഇവിടെയും the m can take values. M is nothing but it is the component of orbital angular momentum about any axis. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐഗൻ വാല്യൂസ് കിട്ടി. ഐഗൻ വാല്യൂസ് അപ്പോൾ ഏതൊക്കെ ആയിരിക്കാം? 0 ആകാം, plus or minus h bar ആകാം, plus or minus 2 h bar ആകാം, etc. Because by using the single value condition we find out what is the value of m. Next we have to check, or we need to check the orthonormal condition of phi m phi. എന്ത് ചെയ്യണം? phi m phi orthonormal ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം അത് നോർമലൈസ് ആണോ എന്ന് നോക്കണം. Then we need to check whether it is orthogonal. ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? അത് നോർമലൈസ് ആണോ എന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? 0 to 2 pi. What is the normalization condition? 0 to 2 pi phi m star phi m phi d phi. ഇത് എത്രയും ചെക്ക് ചെയ്താൽ പോരെ? എത്രയായിരിക്കും? So you phi m phi equal to എന്താ? 1 by root 2 pi e raised to I m phi. അപ്പോൾ phi m star phi എന്തായിരിക്കും? 1 by root 2 pi e raised to minus I m phi. അപ്പം e raised to minus I m phi into e raised to I m phi 1 അല്ല, e raised to 0 കിട്ടും, which is 1.
1 by root 2 pi into 1 by root 2 pi. It is what? It is 1 by 2 pi. So what is the answer? The answer is 1 by 2 pi integral 0 to 2 pi d phi. 1 by 2 pi integral 0 to 2 pi d phi. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 pi കിട്ടും. So that we can easily prove that this phi m is a normalized function. കാരണം ഇന്റഗ്രൽ phi m star phi m phi d phi എന്ത് കിട്ടും നമുക്ക്? 1 കിട്ടും. Next you need to check the orthogonality condition. ഇത് ഈ ഫംഗ്ഷൻ എന്താണോ നോക്കണം, ഓർത്തോഗണൽ ആണോ നോക്കണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ you can say it is orthonormal. അപ്പോൾ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തോഗണൽ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓർത്തോഗണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 to 2 pi phi m star phi എന്താണ് ഓർത്തോഗണൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരേപോലെ ഇത് വരരുത്. സോ വി ആർ ടേക്കിംഗ് phi m star phi ഉം phi n phi where m is not equal to n. m ഉം n ഉം ഈക്വൽ അല്ല d phi. ചെയ്താൽ എന്ത് കിട്ടും? 1 by root 2 pi into 1 by root 2 pi. എന്ത് വരും? 1 by 2 pi വരും. Integral 0 to 2 pi phi m star phi e raised to minus I m phi phi n star. Sorry, ഇവിടെ phi n star വേണ്ട. അതായത് phi m star phi ഉം phi n phi ഉം തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ആണ് ഇത്. So what is phi n phi? It is e raised to I n phi d phi. E raised to I n phi d phi. So that 1 by 2 pi integral 0 to 2 pi e raised to I n minus m phi d phi. Raised to I n minus m into phi d phi, which is equal to 1 by 2 pi integral 0 to 2 pi e raised to I n minus m phi ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? It is e raised to I n minus m into phi by I into n minus m. I into n minus m. The whole limit എന്താണ്? 0 to 2 pi. 0 to 2 pi. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ നിങ്ങൾക്ക് e raised to 2 pi അല്ലേ വരുന്നത്? So it is 1. അടുത്ത 0 കൊടുക്കുമ്പോഴും it is 1. So 1 minus 1 0. So you proved that the phi m, the wave function is orthogonal also. So here we proved the wave function phi m phi is orthonormal within the limit 0 less than what? Phi less than 2 pi. 0 less than or equal to phi less than or equal to 2 pi. ഇതിനകത്ത് 0 ക്കും 2 pi ക്കും അകത്ത് phi m phi എന്താണ്? ഓർത്തോനോർമൽ ആണെന്ന് പ്രൂവ് ചെയ്തു. In this way we obtain the eigenfunction and eigenvalue of Lz. അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? Next we need to find out similarly what is the eigenfunction and eigenvalue of L square. L square ന്റെ eigenfunction eigenvalue നോക്കണം. അപ്പോൾ Lz ന്റെയും L square ന്റെ eigenfunction എന്തായിരിക്കും? സെയിം ആയിരിക്കും. So this is our next task. അടുത്തത് നമ്മൾ L square ന്റെ eigenfunctionും eigenvalueയുമാണ് കണ്ടുപിടിക്കുന്നത്. The eigenfunction, let it be y theta phi. Y theta phi ആണ് eigenfunction and the eigenvalue maybe it is lambda h cut square. Lambda h cut square ആണ് eigenvalue. So that you can write the eigenvalue equation as what? L square y theta phi equal to lambda h cut square y theta phi. So here we are assuming that y theta phi is the eigenfunction for the operator L square having the eigenvalue lambda h cut square. ഈ y theta phi നിങ്ങൾ ഹൈഡ്രോനാറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ സ്ഫെറിക്കൽ ഹാർമോണിക് വേവ് ഫംഗ്ഷൻ y theta phi. അതേ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത് ഈ കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ y theta phi we have the radial part and we have the angular part. Radial part ഉം angular part ഉം ഉണ്ട്. Also we need to write what is the spherical polar coordinate representation of this L square.
എൽ സ്ക്വയറിന്റെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് റെപ്രസെന്റേഷനും കൂടെ നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. എൽ സ്ക്വയറിന്റെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് റെപ്രസെന്റേഷൻ എന്താണെന്ന് എഴുതി നോക്കിക്കേ. എൽ സ്ക്വയറിന്റെ so this is spherical polar coordinate representation of L square minus h cut square 1 by sin theta dou by dou theta sin theta dou by dou theta plus 1 by sin square theta dou square by dou phi square. അതുപോലെ നമ്മൾ എന്തും കൂടെ ചെയ്യണം, y theta phi യെ തീറ്റ പാർട്ടും ആംഗുലാർ പാർട്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ തീറ്റ തീറ്റ, ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം, തീറ്റ തീറ്റ ആൻഡ് phi phi. The spherical harmonic wave function must consist of a theta part and a phi part. So that you can write y theta phi contains theta theta, theta is a function of theta and phi is a function of phi. നിങ്ങൾ ചെയ്യേണ്ടത് just substitute these two expression in this eigenvalue equation. ഈ eigenvalue equation ഈ രണ്ട് expression substitute ചെയ്യുക. Substitute L square with this spherical polar coordinate representation കൊടുക്കുക. y തീറ്റയ്ക്ക് പകരം തീറ്റ തീറ്റ phi phi substitute ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചെയ്യുമ്പോൾ യു ക്യാൻ സേ ഈ y തീറ്റ phi ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ മൈനസ് h cut square 1 by sin theta dou by dou theta sin theta dou y by dou theta. അവിടെ എന്ത് കൊടുക്കണം, തീറ്റ തീറ്റ phi phi കൊടുക്കണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഇവൻ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് dou by dou theta of തീറ്റ തീറ്റ phi phi. ഉത്തരം എന്തായിരിക്കും, phi phi ആയിരിക്കും ഉത്തരം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഫൈനൽ എക്സ്പ്രഷൻ എഴുതണം. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ എൽ സ്ക്വയറിന്റെ ഐഗൻ ഫംഗ്ഷനെ നമ്മൾ നേരത്തെ പഠിച്ച സ്ഫെറിക്കൽ ഹാർമോണിക് വേവ് ഫംഗ്ഷൻ ആയ y തീറ്റ phi ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതിന്റെ ഐഗൻ വാല്യൂ ലാംഡ h cut സ്ക്വയർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എൽ സ്ക്വയറിന്റെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് എഴുതി y തീറ്റയെ തീറ്റ പാർട്ടും phi പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇത് രണ്ടും എടുത്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു നീഡ് ടു റൈറ്റ് വാട്ട് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ. ഈ ഇക്വേഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ എക്സ്പ്രഷൻ എഴുതുക. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ച് ഇതുവരെ ഉള്ളത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ h cut സ്ക്വയറും ക്യാൻസൽ ആവും. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ തീറ്റ ചെയ്യുമ്പോൾ ഇതിനെ വേണം ചെയ്യാൻ. അതേപോലെ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ ചെയ്യുമ്പോഴും ഇതിനെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ തീറ്റ പാർട്ടും phi പാർട്ടും മാറ്റിക്കൊണ്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഇത്രയും എഴുതി നന്നായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. Thank you.